പരീക്ഷ എങ്ങനെ ഉണ്ടായി? ഉടുപ്പൂര് അമ്മ നമുക്ക് അപ്പുറത്തോണ്ടേ അതാ പറഞ്ഞത് അവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. നീ ഇങ്ങോട്ട് വരാൻ. അപ്പൊ അപ്പുറത്താ നിന്നോട് ഒരു പ്രാവശ്യം പറഞ്ഞാൽ മനസ്സിലാവില്ല. ഇനി മുതൽ നമ്മൾ രണ്ടുപേരും ഇവിടെയാ. എന്തിനാന്ന് ഞാൻ പിന്നെ നീ പോയി ഉടുപ്പൂര് തക്കളി മാറ്. എടുക്കട്ടെ ചാവല്ലേ. നീ ഡാഡി വിളിച്ചോണ്ട് പാവം ഒന്നും കഴിച്ചില്ലല്ലോ. ഒന്നും കഴിച്ചില്ലെങ്കിൽ ഒന്ന് വിളിച്ചോണ്ട് വരട്ടെ അമ്മ. ഞാൻ വിഷമം തോന്നുന്നു. എന്റെ ഡാഡി അല്ലേ. ആണോ? നിന്റെ ഡാഡിക്ക് നമ്മളൊന്നും വേണ്ട, പാർട്ടിക്കാര് മതി. പാർട്ടിക്കാര് നോക്കിക്കോളൂ. അമ്മ ചുമ്മാ നിങ്ങൾ എന്തിനാ എപ്പോഴും പിണങ്ങണേ? നീ ഒരുപാട് വലിയ കാര്യങ്ങൾ അന്വേഷിക്കണ്ട. ഞാൻ പറയണ കേട്ട് ഇവിടെ അടങ്ങി ഒതുങ്ങി ഇരുന്നാ. നിങ്ങൾ ഉണങ്ങിയെന്ന് വെച്ചാൽ അതെന്റെ ഡാഡിയാണ്. എനിക്ക് വിളിക്കണ്ടേ ആഹാരം കഴിക്കാൻ? നീ വിളിക്കോ? വിളിക്കും. എനിക്കൊന്ന് കാണണല്ലോ. അമ്മ പാവം അമ്മ, ഞാൻ വിളിച്ചിട്ട് വരാം പ്ലീസ് അമ്മ, പ്ലീസ്. അമ്മ അയച്ചില്ലെങ്കിൽ കഴിക്കാൻ എനിക്ക് എന്റെ ഡാഡി വിളിക്കാം. ഞാൻ പോണം. നിന്നോട് അവിടെ നിൽക്കാനേ പറഞ്ഞ തക്കളി. നടരാജ, ഞാൻ അത്യാവശ്യമായിട്ട് വിളിച്ചതെന്ന് പറഞ്ഞാൽ എനിക്ക് കഴിക്കാൻ ഇച്ചിരി സാധനം വേണം. പൊറോട്ടയും ബിരിയാണി അല്ലടേ, ചെറുത് മരുന്ന് കിട്ടുമോ? മാനസികമായിട്ട് ചെറിയ പ്രശ്നം. നിനക്ക് കൊണ്ടുവരാൻ പറ്റുമോ? ഇടേ നമ്മളൊക്കെ വെറും കിഴങ്ങന്മാരാണ്. കാരണം നമ്മൾ എല്ലാവരെയും ഭയങ്കരമായിട്ടങ്ങ് സ്നേഹിക്കും. അവർക്കൊക്കെ സ്നേഹം എന്ന് പറഞ്ഞാൽ പണത്തിനോട്. നീ കൊണ്ടുവരുമോ? നാളെ ഉച്ചയ്ക്ക് നിന്റെ വെച്ചിട്ട് പോടാ. എന്താ വെള്ളം പേച്ചേക്കണ അങ്ങോട്ട് പോയി കഴിച്ചോണം. എനിക്ക് വേണ്ട. അയ്യോ, ഞാൻ മീന് കണ്ടിട്ടില്ലല്ലോ. തക്കളി നീ നിന്റെ തക്കളി മോളെ ആരും നിർബന്ധിക്കൊന്നും വേണ്ട, വേണമെങ്കിൽ കഴിച്ചാൽ മതി. ഡാഡിക്കേ മക്കളെ ഇപ്പൊ അതാണ്ട് വയറും മനസ്സും ഒക്കെ നിറഞ്ഞിരിക്കുകയാണ്. ഇവിടെ ആർക്കും ആരും വാരി കൊടുക്കാനൊന്നും പറ്റൊന്നുമില്ല. വിളമ്പി വെച്ചിട്ടുണ്ട്, വേണമെങ്കിൽ കഴിക്കാം. ഇല്ലേ തന്നെ എന്റെ പട്ടി വരും ഇപ്പൊ. ഡാഡിക്ക് ഇവിടുത്തെ അടുക്കളയിൽ വല്ലതും വേവണമെങ്കിൽ അത് കഴിക്കാനുള്ള താല്പര്യമേ ഉള്ളൂ കേട്ടോ. നിന്നോട് എനിക്ക് സ്നേഹം ഇച്ചിരി കുറവാന്ന് വെച്ചോ. ഇങ്ങോട്ട് വരാൻ പറഞ്ഞില്ലേ നിന്നോട്? വെള്ളം കുടിച്ചാലും ജീവിക്കാം, അതിന് മാത്രമുള്ള തടിയുണ്ടല്ലോ. അതെ, വായു ഭക്ഷിച്ചാലും ജീവിക്കാം, വെള്ളവും കുടിക്കില്ല, പ്രശ്നം തീരുമല്ലോ. പാർട്ടിക്കാരൊക്കെ ഇഷ്ടംപോലെ ചുറ്റുവട്ടത്തുണ്ടല്ലോ. ലക്ഷങ്ങളും കോടികളൊക്കെ മുടക്കാൻ തയ്യാറായിട്ടുള്ള ആൾക്കാര്. കുടുംബക്കാരെ സ്നേഹിക്കണേക്കാളും പാർട്ടിക്കാർ തന്നെയാണ് നല്ലത്. നേരത്തെ ഒരു ഗ്ലാസ് വെള്ളമെങ്കിലും അവന്മാര് തരും. നിന്നോട് വരാൻ പറഞ്ഞ തക്കളി. പൈസ എന്നുള്ള ചിന്തയായിട്ട് ജീവിക്കണ കുറെ മൃഗങ്ങള്. നീ വേണേ പോയി കഴിച്ചോ. വേണ്ടെന്ന് പറഞ്ഞില്ല. എത്ര പ്രാവശ്യം പറയണം? ഒരു കാര്യം ഒരു പ്രാവശ്യമല്ലോ 1000 പ്രാവശ്യം പിന്നെ എനിക്ക് വേണ്ട. കഴിക്കണ്ട. എന്നാ വിശപ്പും ദാഹം ഇല്ലാത്ത ആൾക്കാരെ വിചാരിച്ചിട്ട് നീ ഇതിനെ ഭക്ഷണം കഴിക്കാതിരിക്കണേ? അവരെ നോക്കാൻ പാർട്ടിക്കാരൊക്കെ ഇഷ്ടം പോലെ. വാങ്ങൂടെ എഴുന്നേറ്റ് വരാൻ. പിന്നെ ഞാനിവിടെ എന്ത് കാര്യത്തിനടി ഉണ്ടാക്കി വെക്കണേ? വാ മോൻ വാ. എല്ലാരും കഴിക്കണമെങ്കിൽ ഞാനും കഴിക്കാം. അമ്മയുടെ മോൻ വാ. വാ തക്കളി എഴുന്നേറ്റ് വരാൻ. മക്കളെ ചെല്ല്. ഇതൊക്കെ പൈസ ആർത്തി മൂത്ത് ഭ്രാന്തായ കേസാ.